ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് എന്നാണ്? 1934 ബോംബെയിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1934 ബോംബെയിൽ. ഇതിന് നേതൃത്വം കൊടുത്തത് ജയപ്രകാശ് നാരായണാണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം അറിയപ്പെടുന്ന പേരെന്താണ്? ആഗസ്റ്റ് ഓഫർ. 1940 ഓഗസ്റ്റ് 8 ലിങ് ലിത്ഗോ പ്രഭു ഓഗസ്റ്റ് ഓഫർ നടത്തിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ. 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ആരെയാണ്? വിനോബ ഭാവെ. 1940 വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിനോബ ഭാവെയാണ്. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? വിനോബ ഭാവെ. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി കെ കേളപ്പനാണ്. ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭം ഏതായിരുന്നു? വ്യക്തി സത്യാഗ്രഹം. 1940 വ്യക്തി സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭം. ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? വിനോബ ഭാവെ. ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് വിനോബ ഭാവെയാണ്. മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിനോബ ഭാവെ. മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിനോബ ഭാവെയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ഏതാണ്? 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആരാണ്? യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ആഗസ്റ്റ് ക്രാന്തി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് ആഗസ്റ്റ് ക്രാന്തി എന്നാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ഏതായിരുന്നു? ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ഹരിജനാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം ഏതായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ പ്രധാന ആഹ്വാനമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ഏതാണ്? 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. ഇന്ത്യയിൽ
ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9. ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ രഹസ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ആരാണ്? ഉഷ മേത്ത. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ രഹസ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഉഷ മേത്തയാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ KB മേനോൻ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ KB മേനോനാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം എന്താണ്? കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിസി എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ്? ജയപ്രകാശ് നാരായൺ. റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിസി എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ജയപ്രകാശ് നാരായണാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. 1888 മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. 1942 ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ്. 1942 ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസാണ്. 1942 ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ച ആരാണ്? അതും റാഷ് ബിഹാരി ബോസ് തന്നെയാണ്. 1942 ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചതും റാഷ് ബിഹാരി ബോസ് തന്നെയാണ്. സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം കൈമാറിയത് ആരാണ്? റാഷ് ബിഹാരി ബോസ്. സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം കൈമാറിയത് റാഷ് ബിഹാരി ബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുത്ത വർഷം ഏതാണ്? 1943. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുത്ത വർഷം 1943 ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ഝാൻസി റാണി റെജിമെൻറ്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻറ്റ് എന്ന പേരിലാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളാണ്. മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഝാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം കൊടുത്തത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന ധീരനായ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന പ്രധാനപ്പെട്ട 2 മലയാളികളാണ് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും. INA ദിനമായി രാജ്യമെമ്പാടും ആചരിച്ചത് എന്നാണ്? 1945 നവംബർ 12. INA ദിനമായി രാജ്യമെമ്പാടും ആചരിച്ചത് 1945 നവംബർ 12 നേതാജി, ദേശ് നായക്, ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നേതാജി, ദേശ് നായക്, ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായത്. അതിനു മുമ്പ് നടന്ന 1938 ഹരിപുര കോൺഗ്രസിൽ സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്. എന്നാൽ അത് തിരഞ്ഞെടുപ്പിലൂടെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയത് 1939 ത്രിപുരി സമ്മേളനത്തിലാണെന്ന് പറയുന്നു. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് 1939 രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് 1939 രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു CR ദാസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 എന്ത് ദിനമായി ആചരിക്കാനാണ് 2021 കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? പരാക്രം ദിവസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസായി ആചരിക്കാനാണ് 2021 കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946 ആണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പെത്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചതെന്നാണ്? 1946 സെപ്റ്റംബർ 2. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2 ഇന്ത്യൻ നാവിക കലാപം നടന്നത് എവിടെയാണ്? ബോംബെയിൽ. 1946 ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാവിക കലാപം നടന്നത്. ബോംബെ കലാപം എന്നറിയപ്പെടുന്നതും നാവിക കലാപം തന്നെയാണ്. നാവിക കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. നാവിക കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി നേവൽ പ്രഭുവാണ്. നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പൽ ഏതാണ്? HMIS തൽവാർ. നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പൽ HMIS തൽവാർ ആണ്. പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതെന്നാണ്? 1947 ഓഗസ്റ്റ് 14. പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ലിയാഖത്ത് അലി ഖാൻ. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.